നമസ്കാരം. 2018 അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഇന്നത്തേതടക്കം 97 ഹർത്താലുകൾ കേരളം സാക്ഷിയായി കഴിഞ്ഞു. ബിജെപിയും സംഘപരിവാർ സംഘടനകളും ചേർന്ന മലയാളിയെ വീട്ടിലിരുത്തിയത് 33 തവണ. UDFിന്റെ കണക്കിൽ 27ഉം LDFിന്റേതായി 16 നടന്നു. പ്രാദേശിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർത്താലുകൾ ഏറെയും. ഇതിൽ ഭൂരിഭാഗവും പൊടുന്നനെ പ്രഖ്യാപിക്കപ്പെട്ടതായതിനാൽ ജനം നന്നേ വലഞ്ഞു. ഹർത്താലുകളോട് പൊരുത്തപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിൻ്റെതെങ്കിലും മുഖം തിരിച്ചു തുടങ്ങി മലയാളികൾ. ഇന്നത്തെ ഹർത്താൽ വിജയിപ്പിക്കാൻ ഒരുങ്ങിയ ചിലരെ ജനസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പിന്തിരിപ്പിച്ച സംഭവങ്ങളും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലുണ്ടായി. ഹർത്താലിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തുകയും കടകളടക്കം തുറക്കാൻ ധൈര്യം കാട്ടുകയും ചെയ്തു. ഉടനെ പ്രഖ്യാപിക്കുന്ന ഹർത്താലിനെതിരെയും ജനരോഷം ഉയരുകയാണ്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഹർത്താലിനും വേണ്ടേ ചില മര്യാദകൾ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66158881. വാട്സാപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. ബിജെപി ഇന്ന് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനത്തെ വലച്ചു. പൊടുന്നനെ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കുന്നതായി ഈ ഹർത്താൽ മാറി. പക്ഷേ ഇന്ന് പലയിടത്തും കാണാൻ കഴിഞ്ഞ സംഭവങ്ങൾ ജനങ്ങൾ ഈ ഹർത്താലിനെതിരെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. പലയിടത്തും കടകൾ തുറക്കുന്നത് കണ്ടു. ചിലരൊക്കെ ഈ ഹർത്താൽ അനുകൂലികൾക്കെതിരായ പ്രതിഷേധം മുഴക്കുന്നത് കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ സംഭവിച്ചു. ഇതിനിടയിലും ഇപ്പോൾ ഹർത്താൽ തുടരുകയാണ്. KSRTC അടക്കം പല ബസ്സുകൾക്ക് നേരെയും അക്രമികൾ ചില്ലുകൾ തകർക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടായി. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. ഹർത്താലിനും വേണ്ടേ ചില മര്യാദകൾ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തോട് പ്രതികരിക്കാനായി പ്രേക്ഷകർ ചേരും. ആദ്യം ചേരുന്നത് കണ്ണൂരിൽ നിന്നും ഭരതൻ എന്ന പ്രേക്ഷകനാണ്. ശ്രീ ഭരതൻ, ഇവിടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വർഷം തന്നെ 97 ഹർത്താലുകളായി എന്നുള്ളതാണ് കണക്ക്. പ്രാദേശികമായും മറ്റ് പല വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ഹർത്താലുകൾ നടക്കുന്നു. ഇന്ന് നടന്ന ഹർത്താൽ, പ്രത്യേകിച്ചും ആ ഒരു ഹർത്താലിനെ കുറിച്ച് പൊടുന്നനെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു, അത് നടപ്പാക്കുന്നു. ഇത് എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ മര്യാദയുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. താങ്കളുടെ പ്രതികരണം? തീർത്തും മര്യാദ കുറഞ്ഞുപോയി. കാരണം ഇത് BJP നടത്തുന്ന ഹർത്താലിൽ നിരപരാധികളായ മുസ്ലിം പൗരന്മാരും ക്രിസ്ത്യൻ പൗരന്മാരും എന്തിനാണ് ഈ മഹാഭാവം അവരോടുകൂടി ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുജനെ നുണപരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. കാരണം ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാരണങ്ങൾ അല്ല എന്നാണ്. പിന്നീടാണ് അത് തിരുത്തി ഇത് അയ്യപ്പന്റെ നാമം ജപിച്ചു എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് BJPയുടെ തന്നെ പ്രവർത്തകർ പറയുന്നു അദ്ദേഹം അനുജനോട് അയ്യപ്പന് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അവര് തന്നെ പറയുന്നു ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ശേഷിയില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് മജിസ്ട്രേറ്റിന് മരണമൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞത്? അപ്പോൾ മജിസ്ട്രേറ്റിനോട് സംസാരിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹത്തിന്റെ അനുജനോട് അയ്യപ്പന് വേണ്ടി മരിക്കാൻ പോകുന്നു എന്ന് പറയുകയും സമൂഹത്തിനോട് ഇത്രയും വിഡിത്തം കാണിച്ചു എന്തിനാണ് നിരപരാധികളായ എത്ര വഴി യാത്രക്കാർ ഇന്നത്തെ പരീക്ഷ ഏതെല്ലാം രീതിയിലുള്ള പരീക്ഷകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? അവരെല്ലാം എന്ത് തെറ്റ് ചെയ്തു? അപരാധികൾ. ശരി, ഇത്തരം ഹർത്താലുകൾ അനാവശ്യമാണ് എന്ന അഭിപ്രായം തന്നെയാണ് ശ്രീ ഭരതൻ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്നും ഫിറോസ്. ശ്രീ ഫിറോസ്, ഇത്തരം ഹർത്താലുകൾ നമുക്ക് ആവശ്യമുണ്ടോ? സാറേ, എന്റെ കാര്യം പോട്ടെ, ഞാനിപ്പോ കുഴപ്പമില്ല ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. ഈ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. താങ്കളുടെ നിലപാട് പൂർണ്ണമാക്കൂ. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ അത്താഴ പ്രശ്നക്കാരുണ്ട്. ഞാനൊരു ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. നാസ് ഓട്ടോ ഗാലറി എന്റെ വർക്ക്ഷോപ്പിന്റെ പേര്, നാസ് ഓട്ടോ ഗാലറി. എന്റെ പണിക്കാരെന്ന് പറഞ്ഞാൽ അന്നുള്ള ഉപജീവനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവര് വന്ന് ഭയങ്കര ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ജനങ്ങൾക്ക് മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആൾക്കാർ വന്നത്. ഹർത്താൽ ഇപ്പൊ കേരളത്തിലെ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഹർത്താലാണെന്ന് അറിയുന്ന ദിവസം തലേ ദിവസം ബിവറേജിൽ വിപുലമായ ക്യൂ ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്.
അല്ല, നമുക്ക് ന്യായമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളാവാം. പക്ഷേ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുന്നു, അത് മൊത്തത്തിൽ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് ആവശ്യമുണ്ടോ? അത് അങ്ങനെയുള്ളത് ഒരു മര്യാദയാണോ? മര്യാദയല്ല, ഒരു കാരണവശാലും മര്യാദയല്ല. ഇനിയുള്ള എല്ലാവരും ഈ പ്രേക്ഷകരുള്ള എന്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി എല്ലാവരും ഡീസലും പെട്രോളും ആവശ്യത്തിന് അടിച്ചിരുന്നുള്ള കാര്യം. എന്താ പിറ്റേ ദിവസം ഹർത്താലാണെന്ന് രാവിലെ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ശരി, നന്ദി പ്രതികരിച്ചതിന്. ആലപ്പുഴയിൽ നിന്നും ഫിറോസ് എന്ന പ്രേക്ഷകന്റെ നിലപാട്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഇരിങ്ങാലക്കുടയിൽ നിന്നും രാജേഷ്. ശ്രീ രാജേഷ്, എന്താണ് താങ്കളുടെ ഇക്കാര്യത്തിൽ ഉള്ള മറുപടി, താങ്കളുടെ അഭിപ്രായം? ഞാനെന്റെ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ബൈക്കൊന്നും ഉണ്ടായില്ല, ബസ്സിന് പോകാന്ന് ചോദിച്ചൊക്കെയായിരുന്നു. എൻ്റെ കീഴിൽ ഒരു 7 പേര് ജോലിക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ജോലിയും പോയി. എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. അവിടെ വീട് പെരപ്പറക്കലൊക്കെ ആയിരുന്നു. നമ്മുടെ 2 ദിവസം കഴിഞ്ഞ് അത് വർക്ക് തീർത്ത് കൊടുക്കണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അപ്പോൾ ഹർത്താൽ ബുദ്ധിമുട്ടിക്കരുത്. 2 ദിവസം മുന്നേ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് വരുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഈ ഹർത്താൽ വേണ്ട, മറ്റുള്ള രീതിയോടെ നമുക്ക് പ്രതികരിക്കാലോ. ഇത്തരം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രതിഷേധിക്കാം, അത് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ആകാം എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും ജോയ്. ശ്രീ ജോയ്, ഇവിടെ ഇത്തരം ഹർത്താലുകൾ നടത്തുന്നതുകൊണ്ട് നാം എന്ത് നേടുന്നു എന്നുള്ളൊരു ചോദ്യവും മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിവേഗത്തിൽ ചില ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നു, അത് ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു, പലരും ബുദ്ധിമുട്ടുന്നു, പലരും വഴിയിലാകുന്ന അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ KSRTC അടക്കമുള്ള ബസ്സുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. അത്തരം നാശനഷ്ടങ്ങളടക്കം നിരവധി സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ മര്യാദ ലംഘനം തന്നെയല്ലേ? ശരിയാണ് സാറേ. ഇത് ഇന്ത്യയിലായതുകൊണ്ട് ഇതെല്ലാം നടക്കും. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവരെ രാജ്യദ്രോഹികളായിട്ട് ആ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കിയാണ്. ഇവിടെ സാധാരണക്കാർ ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. കേൾക്കുന്നു. ഇവിടുത്തെ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഇങ്ങനത്തെ ഉള്ളവരെ തന്നെ രാഷ്ട്രീയങ്ങളെ നിരോധിക്കേണ്ടതാണ്. ഈ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നവരെ. ഇതിനെല്ലാം ഏതെല്ലാം സമരമാർഗങ്ങളുണ്ട്? ഇത് എത്ര നാളായി ഇവർ ഇതിന്റെ പേരിൽ ഇത് തുടങ്ങിയിട്ട്? ശരി, നന്ദി പ്രതികരിച്ചതിന്. കണ്ണൂരിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകന്റെ നിലപാട്. കോഴിക്കോട് നിന്ന് ബാലൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ബാലൻ, പ്രത്യേകിച്ചും പണ്ട് മുതൽ ഈ ഹർത്താലുകൾ ആസ്വദിക്കുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അത്തരമൊരു സ്വഭാവം മാറി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പാങ്ങോട് എന്ന ഭാഗത്തുണ്ടായ സംഭവം. അവിടെ കടകൾ അടപ്പിക്കാൻ ചെന്നവരെ അവിടെ ഉള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഈ ഹർത്താൽ അനുകൂലികളോട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഇനി കേരളത്തിൽ കൂടുതലായി ഉയർന്നു വരണം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും പ്രതികരിച്ച് ഹർത്താൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. ഏതായാലും വളരെ കാലത്തിനിടയ്ക്ക് ഇത്തരം ഹർത്താലുകൾ പ്രഖ്യാപിച്ച BJP RSS സംഘടനകളുടെ ഹർത്താൽ കാണുമ്പോൾ വലിയ വേദനയാണ് എനിക്കുള്ളത്. പെട്ടെന്നുള്ള ഈ തീരുമാനത്തിൽ എത്ര ജനങ്ങളാണ് ഇവിടെ കഷ്ടപ്പെട്ട് പോകുന്നത്. TV തുറന്ന് കാണുമ്പോൾ ഓരോരുത്തരും കണ്ണീർ കൊണ്ട് കൈ കഴുകുകയാണ്, വെള്ളം കുടിക്കാനില്ല. ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ഹർത്താലാണ് ഇന്നിവിടെ നടന്നത്. കാരണം അദ്ദേഹം ജീവിതം മടുത്തു, എനിക്കിനി ജീവിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് ചെയ്ത ഒരു ആത്മഹത്യക്ക് ഇവിടെ ചെയ്യാൻ പോയി ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുക. ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ BJP-ക്കാർ RSS-കാർ ചെയ്തവര് ആക്സിഡന്റായിട്ട് മരിച്ച ഒരാളെ ഇതുപോലെ തന്നെ ഹർത്താൽ ഉപയോഗിച്ച് അതും നമ്മൾ കണ്ടാണ്. ഇത്തരം ഹർത്താലുകൾ സമൂഹത്തിൽ അവരോട് മാപ്പ് പറയേണ്ടി വരും, അവർ ജനങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരും എന്നുള്ളത് ഒരു സത്യം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. കോഴിക്കോട് നിന്ന് നവാസ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ നവാസ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കോഴിക്കോടല്ല, തിരുവനന്തപുരം. ശരി, തിരുവനന്തപുരത്ത് നിന്നാണ്. സാറേ, ഇന്നത്തെ ഹർത്താൽ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ നടത്തിയത്? ആർക്ക് വേണ്ടി?
നേതാക്കൾക്ക് വേണ്ടിയോ? തീർച്ചയായും. അപ്പോൾ ഇത്തരം ഹർത്താലുകൾ നാടിന്റെ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ള നിലപാടാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ പോലെയുള്ള നേതാക്കന്മാരെ നേരെ സൗദിയിലോ അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾക്ക് വിട്ട് ഒരു മാസം അവിടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അവിടുത്തെ രീതി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇന്നത്തെ ആവശ്യം ഇന്ന് ഈ ഹർത്താലുമായി ബന്ധപ്പെടുത്തിയ അല്ലെങ്കിൽ ഹർത്താൽ എന്തോന്നിന് സാർ ഇന്നത്തെ ഹർത്താൽ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഇതിനു മുമ്പ് പെട്ടെന്നൊരു ഹർത്താൽ വെച്ചു. ഒരു ശബരിമലയിൽ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് അന്നൊരു ഹർത്താൽ. ഇന്ന് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഹർത്താൽ? ഇന്ന് എത്ര രൂപ, എത്ര കോടി വരുമാനം നഷ്ടമായി. പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ചു. ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ? ശരി. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഹർത്താലിനും വേണം ചില മര്യാദകൾ എന്നുള്ളത് തന്നെയാണ്. പ്രതികരിച്ചതിന് നന്ദി. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. മണ്ണാർക്കാട് നിന്ന് പ്രകാശ് എന്ന പ്രേക്ഷകനാണ്. ശ്രീ പ്രകാശ്, താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹർത്താലിനും വേണ്ടേ ചില മര്യാദകൾ. ആ മര്യാദകളെല്ലാം ലംഘിച്ചതല്ലേ ഇന്നത്തെ ഹർത്താൽ എന്നാണ് ചോദ്യം. ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. പൊതുഗതാഗത സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള ഒരു പ്രതിഷേധം കൂടി രേഖപ്പെടുത്താണ്. ഹർത്താൽ അനാവശ്യമായിരുന്നു. പക്ഷേ പൊതു സംവിധാനം വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സർക്കാരും അതിൽ പരാജയപ്പെട്ടു. സർക്കാർ ഒരു തരത്തിൽ ഈ ഹർത്താലിനെ വിജയിപ്പിക്കുന്ന പണിയാണ് ചെയ്തത്. തീർച്ചയായും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പ്രകാശ് താങ്കൾ പറഞ്ഞത്. പ്രത്യേകിച്ചും ഇത്തരം ഈ ഒരു ഹർത്താലിനെതിരെ പൊതുവികാരം ഉയരുമ്പോൾ തന്നെ അത് ഏത് തരത്തിൽ അതിനെ പരാജയപ്പെടുത്താം എന്ന ചിന്തകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. KSRTC അടക്കമുള്ള പല സർവീസുകളും ഇന്ന് നടത്താതെ പോയതും തെറ്റാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെ, തീർച്ചയായും. ഇപ്പൊ പാലക്കാട് തന്നെ KSRTC ബസിന്റെ അവിടെ ഈ ഹർത്താലുണ്ട് എന്നറിഞ്ഞപ്പോൾ ഹർത്താലുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടെ വേണ്ടത്ര പോലീസിന് കൊടുക്കാനോ ഒന്നും ചെയ്യാതെ അവിടെ ബസ്സുകൾ നശിപ്പിക്കപ്പെട്ടു. ഈ പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ അത്? തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരാജയം സംഭവിച്ചു, വീഴ്ചയുണ്ടായി എന്ന നിലപാടാണ് മണ്ണാർക്കാട് നിന്ന് പ്രകാശ് എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. പാലക്കാട് നിന്ന് ബിമൽ. ശ്രീ ബിമൽ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, എനിക്ക് ഇതിനകത്തൊന്നും പറയണ്ട സാറേ. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ആവശ്യമില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള മണ്ടന്മാരായിട്ടുള്ള BJP നേതാക്കൾ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇതുവരെയായിട്ട് ഒരു സ്ഥാനത്തും BJP എത്താത്തത്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണമെന്നാണ്. എത്രയോ സ്വാമിമാർ, എത്രയോ കുട്ടികളുടെ എക്സാം, എത്രയോ ഇന്റർവ്യൂസ്, ഒരുപാട് കേരളത്തിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചു. ഇതിനെല്ലാം ഉത്തരവാദി BJP എന്ന് ഞങ്ങളുള്ള സാർ. ശരി. പാലക്കാട് നിന്ന് വിമൽ എന്ന പ്രേക്ഷകന്റെ നിലപാട്. ആലപ്പുഴയിൽ നിന്നും ജോർജ് കുട്ടി എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ജോർജ് കുട്ടി, ഇന്നത്തെ ഹർത്താലിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ ഹർത്താൽ തീർത്തും അനാവശ്യമാണ്. ഒരാൾ മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മരിച്ചതിന്റെ പേരിൽ ഒരു ഹർത്താലിന്റെ ആവശ്യമില്ല. അത് എന്തായാലും നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ അനാവശ്യമാണ് ഇന്നത്തെ ഹർത്താൽ എന്നാണ് പറഞ്ഞത്. ഇത്തരം അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത് ഇനിയും കേരളത്തിൽ ഇത്തരം ഹർത്താലുകൾ സംഭവിക്കാതിരിക്കാനുള്ള എന്തൊക്കെ നടപടി എടുക്കണമെന്നാണ് താങ്കൾ പറഞ്ഞത്? ഈ ബന്ദ് നിരോധിച്ച പോലെ തന്നെ ഹർത്താൽ എന്ന് പറയുന്നതും നിരോധിക്കണം എന്ന് തന്നെയല്ലേ അഭിപ്രായം. ശരി, നന്ദി നിലപാട് അറിയിച്ചതിന്. ആലപ്പുഴയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഭാഗേഷ്. ശ്രീ ഭാഗേഷ്, താങ്കൾക്ക് പറയാം. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. സാറേ, എന്തിനാ ഹലോ, ഇന്നത്തെ ഹർത്താൽ എന്തിനാണ്? ഹലോ, പറയൂ, താങ്കളുടെ നിലപാട് പറയൂ. ഇന്നത്തെ ഹർത്താൽ ഒരാവശ്യമില്ല. ഓക്കെ, അനാവശ്യ ഹർത്താൽ വേണം, വേണ്ടെന്ന് പറയില്ല. ആവശ്യങ്ങൾ ധരിക്കണം. ഇദ്ദേഹത്തേക്ക് ഈ മണ്ഡല മാസം തുടങ്ങിയതിനു ശേഷം ഇസ്ലാഫ് എന്നുള്ള ആക്സിഡന്റ് ടൈം മരിച്ചു. അന്ന് BJP ഒരു ഹർത്താൽ നടത്തി. ആ ഹർത്താൽ ആർക്ക് വേണ്ടിയിരുന്നു? ഇന്നത്തെ ഹർത്താൽ മരണമൊഴി വരെ പുറത്തു വന്നു. എന്നിട്ടും ഹർത്താൽ ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ? അവർക്ക് യാതൊരു ഇതുമില്ല. ജനങ്ങളെ കാര്യത്തിൽ അവർ പണ്ടുമില്ല, ഒന്നുമില്ല. അതാണ് അത്തരം മരണമൊഴി നൽകിയിട്ടില്ല എന്നാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്, BJP പറയുന്നത്, BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ ചാനലുകളിൽ മൊത്തം വരുന്നുണ്ടല്ലോ, സത്യം തന്നെയല്ലേ? സാറിന് ചാനലിൽ വന്ന് മരണമൊഴി വന്നെന്ന് പറഞ്ഞു, റെഡി അല്ലേ?
ഞാൻ BJP നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഇത്തരം വാർത്തകൾ വന്നാൽ അവർ അത് ഉത്തരേന്ത്യയാണ്, ഇത് കേരളമാണ്. ഇത് കേരളമാണ്. കേരളത്തിൽ ജനങ്ങളെല്ലാം വിലയിരുത്തും. ഇത് അത് ഉത്തരേന്ത്യ അല്ല. ഉത്തരേന്ത്യ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിയില്ല, കേരളത്തിൽ കഴിയില്ല. പക്ഷേ ഇതൊക്കെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങേണ്ടതല്ലേ? ഇവിടെ നമ്മൾ ഇത്തരം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഉടൻ അത് ആഘോഷമാക്കി മാറ്റുകയാണ്. വീട്ടിലിരിക്കുന്നു, സിനിമ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമുക്കൊരു അവധി ദിനത്തിന്റെ മൂടാണ്. അതൊക്കെ മാറ്റിയെടുക്കാൻ ജനങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. അതല്ലേ വേണ്ട? ഇറങ്ങിയിരിക്കും, ജനങ്ങൾ പ്രതികരിക്കും. ഇപ്പം തന്നെ എവിടെയോ കടകൾ അടയ്ക്കാൻ പോയിട്ട് അവിടെ ജനങ്ങളെ കൂട്ടിയിരുന്നിട്ട് അവിടെ ഓടിച്ച ചരിത്രങ്ങൾ കണ്ടു. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അതിന്റെ ഒരു തുടക്കമായി നമുക്ക് ഇതിനെ കാണാം അല്ലേ? കാണണം, കണ്ടേ പറ്റൂ. ഇനി അങ്ങനെ ആയിരിക്കും. തീർച്ചയായും ഇത്തരം മര്യാദയില്ലാത്ത പ്രതിഷേധങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. കോഴിക്കോട് നിന്ന് ജലീൽ. ശ്രീ ജലീൽ, താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരം അനാവശ്യമായ ഹർത്താലുകൾക്ക് എതിരായ നിലപാടാണ് അറിയിച്ചത്. താങ്കൾക്കും അതേ നിലപാട് തന്നെയാണോ ഉള്ളത്? തീർച്ചയായിട്ടും സമരങ്ങൾ പറഞ്ഞാൽ സമരം പല നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ നമ്മൾ നേടിയെടുത്തത് സമരം കൊണ്ടാണ്. അത് അനാവശ്യ സമരമായാലും ജനം പുച്ഛിച്ച് തള്ളുന്നുള്ളതിന്റെ പ്രധാന ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഹർത്താൽ. ജനങ്ങൾ അങ്ങനെ അത് കണ്ടിട്ടുള്ളൂ. ശരി, ജലീൽ കോഴിക്കോട് നിന്ന് പ്രതികരിച്ചു. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. മണ്ണാർക്കാട് നിന്ന് സന്തോഷ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ BJP മുന്നോട്ട് വെച്ച വിഷയത്തെക്കുറിച്ച്, ആ വിഷയവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഹർത്താലിനെ കുറിച്ച് താങ്കളുടെ നിലപാട്? സാറേ, ഈ ഹർത്താൽ തികച്ചും വേണ്ടാത്തൊരു കാര്യമാണ്. നാട്ടിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ട് ഈ ഹർത്താൽ കാരണം. പക്ഷേ നമ്മൾ കേരളം മലയാളികൾ അത് ആസ്വദിക്കുകയാണ്. ഇല്ല, ആസ്വദിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇത് തികച്ചും വർഗീയപരമായിട്ടുള്ള ഒരു നീക്കമല്ലേ? ഇതെങ്ങനെ ആസ്വദിക്കാം നമ്മള്? ഇത് ആർക്കോ വേണ്ടി ആത്മഹത്യ ചെയ്തൊരു കേസല്ലേ സാറേ? ഈ ആത്മഹത്യ ചെയ്തതിൽ നമ്മൾക്കായിരിക്കും എന്താ പങ്കുള്ളത്? ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് രാഷ്ട്രീയപരമായിട്ട് മാത്രം മാറ്റുന്നതല്ലേ ചെയ്തത്? താങ്കൾ മണ്ണാർക്കാട് നിന്ന് ആണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. താങ്കൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ, എന്ത് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ഇന്ന് ഈ ഹർത്താൽ താങ്കൾ ഏത് തരത്തിലാണ് ബാധിച്ചത്? ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സാറേ. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ട സമയമായോ? ശക്തമായി തന്നെ പ്രതിഷേധിക്കാം, പ്രത്യേകിച്ച് ഈ വർഗീയ പാർട്ടികളിൽ. നന്ദി പ്രതികരിച്ചതിന്. സന്തോഷ് എന്ന പ്രേക്ഷകൻ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ വാക്കുകൾ അത്തരത്തിലാണ്. അനിൽകുമാർ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ അനിൽകുമാർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹർത്താലിനും വേണ്ടേ ചില മര്യാദകൾ എന്ന ഇന്നത്തെ ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം. ഹലോ സാർ, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരാണ് എന്റെ വീട്. ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. നാട്ടിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതുകൊണ്ടാണ്, കുട്ടികളെ പഠിപ്പിക്കാനോ മറ്റോ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനോ പറ്റാത്ത സ്ഥിതി വന്നതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരേക്ക് കുടിയേറിയത്. ഇവിടെ 10,000, 30,000, 40,000 രൂപയോളം വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഈ 360 ദിവസത്തിൽ 200ഓളം ദിവസം ഇങ്ങനെ ബന്ധും ഹർത്താലും നടത്തി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ രക്തം കുടിക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ വിരോധിക്കുക. താങ്കളിപ്പോൾ ബാംഗ്ലൂരാണോ ഉള്ളത്? ബാംഗ്ലൂര് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് ബാംഗ്ലൂർ വന്ന് ജീവിക്കുക. അങ്ങോട്ട് മാറിയത് കുറച്ചുകൂടി സൗകര്യമായെന്ന് തോന്നുന്നല്ലേ? ജീവിക്കാൻ പറ്റുന്നില്ല സാർ. നാട്ടിൽ 360 ദിവസത്തിൽ 250 ദിവസം ഹർത്താലായിട്ട് ജീവിക്കും. ശരി, ശരി, നന്ദി പ്രതികരിച്ചതിന്. അനിൽകുമാർ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. അദ്ദേഹം ബംഗളൂരുവിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നാലും ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അവരിലേക്കെല്ലാം പൊതുവേദി തുടരുന്നു. ഇന്ന് പൊതുവേദി പരിശോധിക്കുന്ന വിഷയം ഹർത്താലിനും വേണ്ടേ ചില മര്യാദകൾ എന്നുള്ളതാണ്. പ്രേക്ഷകർ തുടരുന്നു. തിരുവനന്തപുരത്ത് പാറ്റൂരിൽ നിന്നും അലിയാർ എന്ന പ്രേക്ഷകരിലേക്ക് പോകാം. ശ്രീ അലിയാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട്? ശ്രീ അലിയാർ, കേൾക്കുന്നുണ്ടോ? സാറേ, ഇത് വൃത്തികെട്ട ഹർത്താല സാറേ. വൃത്തികെട്ട ഹർത്താലിന് ജനങ്ങളെത്ര ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ ഇത് ഹർത്താലെ കൊണ്ട്? ശരി, അല്ല, വല്ല കാര്യമുണ്ടോ സാറേ? ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ?
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ നമ്മളൊക്കെ ജോലി എടുത്തിരിക്കുന്ന ആഴ്ചയിൽ ഹർത്താൽ വന്നൊരു ഈ വൃത്തിയായിട്ട വിജയിപ്പിക്കാതെ ഹർത്താലത്. പക്ഷേ താങ്കളെ പോലുള്ള നിരവധി പേർ രംഗത്ത് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു, അതിന് തയ്യാറാകണ്ടേ? അതെ, ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജനമാണ് പ്രതിഷേധിക്കേണ്ടത്. ജനങ്ങളെല്ലാവരും മുന്നോട്ട് ഇറങ്ങുന്ന വേണം. ശരി, തീർച്ചയായും ജനങ്ങളെ എല്ലാവരും മുന്നിട്ട് തന്നെ ഇറങ്ങണം. കാരണം ഇവർക്കിപ്പോ ഒരു MLA കിട്ടിയതിന്റെ ശേഷമാണ് ഇവർ ഈ അടവേളൊക്കെ തുടങ്ങിയത്. ശബരിമല വിധി അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ ഒന്നിപ്പോ സുപ്രീം കോടതി വിധിയല്ല അത്. ശരി, നന്ദി. പാറ്റൂരിൽ നിന്നും അലിയാർ എന്ന പ്രേക്ഷകൻ നിലപാട് വ്യക്തമാക്കി. കൊല്ലത്ത് നിന്ന് പ്രദീപ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രദീപ്, ഈ അപ്രതീക്ഷിത ഹർത്താലുകൾ കൊണ്ട് എന്താണ് നേട്ടം? അത് ഹർത്താലിനും വേണ്ട ചില മര്യാദകൾ എന്നുള്ള ഈ ചോദ്യത്തോടെ താങ്കളുടെ നിലപാട്? അപ്രതീക്ഷിത ഹർത്താൽ കൊണ്ട് യാതൊരുവിധ നേട്ടവും കേരളത്തിനോ നമ്മുടെ നാടിനോ ഇല്ല. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹർത്താൽ നടത്തുന്നത്. ഏത് ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് ഹർത്താൽ നടത്തുന്നതെന്ന് ഒരു ഹിന്ദുവിനും മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തുക. ജോലി ഇല്ലാത്തവരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ജോലി ചെയ്യാൻ മനസ്സുള്ളവരെ പോലെ അവരുടെ മനസ്സില്ലാതാക്കാനും വെറുതെ വീട്ടിൽ ഇരുത്താനും ഉള്ള ഒരു ശ്രമമാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഹർത്താലിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. കൊല്ലത്ത് നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകന്റെ നിലപാട്. ആലപ്പുഴ നിന്ന് വിനേഷ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ വിനേഷ്, താങ്കൾക്ക് പറയാം. കേൾക്കുന്നുണ്ടോ ശ്രീ വിനേഷ്? മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. മടവൂരിൽ നിന്നും തുളസി എന്ന പ്രേക്ഷകന് പറയൂ, താങ്കൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാനുള്ളത്? ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട ഹർത്താലാണ്. ഈ വൃത്തികെട്ട ഹർത്താലിന് പ്രതികരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനം പ്രതികരിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനം ഉണ്ടെന്ന് ജനപ്രതിനിധികൾ മനസ്സിലാക്കണം. ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ ജനം ഉണ്ടോ എന്ന് തന്നെ അവർക്ക് അറിയാൻ വയ്യാത്ത കണ്ടീഷനാണ്. അപ്പം ജനപ്രതിനിധികൾ ഇതിന് മുന്നിട്ടിറങ്ങി ഏത് പാർട്ടി ആയാലും ഇതുപോലെയുള്ള അനാവശ്യ ഹർത്താലുകൾ, കാരണം ഒരാൾ ഇതുപോലെ മണ്ണെണ്ണൊഴിച്ച് ആത്മഹത്യ ചെയ്തതിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഹർത്താൽ. ഇതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അതുപോലെ പല ഭാഗങ്ങളിലും അതുപോലെ അത് ഒരു വൃത്തികെട്ട ഹർത്താലായിട്ടാണ്. ഇതിനെതിരെ സർക്കാരും ശക്തമായ നിലപാടെടുക്കേണ്ടതായിരുന്നു. അതെടുത്തോ? സർക്കാർ എടുത്തില്ല, സർക്കാർ എടുക്കുന്നില്ലല്ലോ. ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വിലയില്ലാത്ത ഇതല്ലേ ഇപ്പൊ കാണുന്നത്. ഇതിനൊക്കെ പ്രതികരിക്കാൻ ജനങ്ങൾക്ക് ഒരു അധികാരം സർക്കാരിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റൂ. എന്തായാലും നമ്മളിപ്പം സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരം മര്യാദ ഇല്ലാത്ത പ്രവൃത്തികൾക്കെതിരെ രംഗത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണോ പറയുന്നത്? വരും എന്നല്ല, വരണം. അതിന് ഈ മാധ്യമങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നത്. കാരണം മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് വെളിയിൽ അറിയുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. ഇന്നത്തെ ചോദ്യം ഹർത്താലിനും വേണ്ടി ചില മര്യാദകൾ എന്നുള്ളതായിരുന്നു. പ്രതികരിച്ചവരിൽ 100% പേര്, ഈ പ്രതികരിച്ചവരെല്ലാം തന്നെ ഇന്നത്തെ ഹർത്താലുകൾ അനാവശ്യമായിരുന്നു, ഇത്തരം ഹർത്താലുകൾ കേരളത്തിന് ആവശ്യമില്ല, ഇതിനെതിരെ ജനരോഷം ഉയരും എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. ഇന്ന് പൊതുവേദി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.